മാധവ് പണിക്കരും സുഭദ്രയും രുദ്രയും ചുറ്റുവട്ടത്തുള്ളവരോട് യാത്ര പറഞ്ഞ് അയാളുടെ നാട്ടിലേക്ക് പുറപ്പെട്ടു. നാട്ടിൽ മാധവ് പണിക്കരുടെ ആത്മസുഹൃത്തായ രാഘവൻ അവർക്കായി താമസ സൗകര്യം ഒരുക്കിയിരുന്നു. രാഘവന്റെ ഇപ്പോഴത്തെ വീടിനോട് ചേർന്ന് തന്നെയുള്ള പഴയ ഓടിട്ട വീട് മാധവ് പണിക്കരുടെ നിർദ്ദേശപ്രകാരം ഒന്ന് പുതുക്കിയെടുത്തു. സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബമായതിനാൽ തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മാധവ് പണിക്കർ വാങ്ങിയിട്ടിരുന്നു. അതിനാൽ ആവശ്യം വേണ്ട വസ്തുക്കൾ മാത്രമായി അവർ ബസ്സിൽ വന്നിറങ്ങി. മാധവ് പണിക്കരുടെ നിർദ്ദേശപ്രകാരം ബസ് സ്റ്റോപ്പിൽ രാഘവൻ കാത്തു നിന്നിരുന്നു. ഒരു അപരിചിതനെ പോലെ മാധവ് പണിക്കർ മുൻപേ നടന്നു. സുഭദ്രയും രുദ്രയും രാഘവനൊപ്പം ഒരകലത്തിലും. രാഘവന്റെ കൂടെയുള്ള പുതുമുഖങ്ങളെ കണ്ട് വഴിനീളെ ആളുകൾ അവരാരെന്ന് അന്വേഷിച്ചു. അവരോടൊക്കെയും ബന്ധത്തിലുള്ള സഹോദരിയും മകളുമാണെന്നും അയാൾ അറിയിച്ചു. രുദ്ര വിഷണ്ണയായിരുന്നു. ഈ നാട്ടിൽ തന്റെ സ്വന്തം പിതാവ് തനിക്കൊരു അന്യനാണെന്ന് ഇതിനകം അവൾ മനസ്സിലാക്കിയിരുന്നു. സുഭദ്രയുടെ സ്ഥിതിയും മറച്ചല്ലെങ്കിലും താനായി സ്വയം ഏറ്റെടുത്തതാണ് ഇങ്ങനെയൊരു വിധി എന്നതിനാൽ അവരാ ദുഃഖത്തെ ഉൾക്കൊണ്ടിരുന്നു. ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്നതിനാൽ തന്നെ അവരുടെ മുഖത്ത് ഒരു നിർവികാരതയെ പ്രകടമായിരുന്നുള്ളൂ. രാഘവന്റെ ഭാര്യ സുമതി അവരെ സ്വീകരിച്ചിരുത്തി. അവർക്കും കാര്യങ്ങൾ ഏറെക്കുറെ അറിയാമായിരുന്നതിനാൽ അവരുടെ മുന്നിലെങ്കിലും കള്ളങ്ങൾ പറയണ്ടല്ലോ എന്നോർത്ത് സുഭദ്രയും രുദ്രയും ആശ്വസിച്ചു. രാഘവനും സുമതിക്കും 2 മക്കളായിരുന്നു. മൂത്തയാൾ ശിവനും ഭാര്യ പത്മയും. അവളുടെ മക്കളായ 6 വയസ്സുകാരി അമ്പിളിയും 4 വയസ്സുകാരി അനിതയും. ഇളയവൾ രാധികയും അവരോടൊപ്പം ആ വീട്ടിൽ താമസിച്ചിരുന്നു. രാധികയും രുദ്രയും സമപ്രായക്കാരായിരുന്നു. പരിചയപ്പെടലിന് ശേഷം അവർക്കായി ഒരുക്കിയ വീട്ടിൽ ഇരുവരും താമസം ആരംഭിച്ചു. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ ആ ചുറ്റുപാടുമായി ഇണങ്ങാൻ അവരിരുവരും വളരെയേറെ ബുദ്ധിമുട്ടിയെങ്കിലും പതിയെ സാധാരണ ജീവിതത്തിലേക്ക് അവരെത്തിപ്പെട്ടു. അതിന് രാധികയുടെയും കുട്ടികളുടെയും സാമീപ്യം രുദ്രയെ ഏറെ സഹായിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു ദിവസം രാവിലെ രുദ്ര രാധികയുടെ അടുത്തെത്തി. രാധു, ഇവിടെ അടുത്ത അമ്പലം വല്ലതും ഉണ്ടോ? ക്ഷേത്ര ദർശനം നടത്തിയാൽ കുറച്ചെങ്കിലും സമാധാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവൾ ആ ചോദ്യം ഉന്നയിച്ചത്. ഉണ്ടല്ലോ രുദ്രേ, എനിക്കൊന്ന് വഴി പറഞ്ഞു തരുമോ? ഞാൻ കൂടെ വരാം, നിനക്ക് ഇവിടെയൊന്നും പരിചയമില്ലല്ലോ. രാധുവിനതൊരു ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനും കുറച്ചു ദിവസമായി അമ്പലത്തിൽ പോയിട്ട്. ഒരു 15 നിമിഷം, ഞാനിതാ വരുന്നു. ദേവദത്തനും ഹരീന്ദ്രനും അമ്പലത്തിന് പുറത്തു വെച്ച് തന്നെ ശ്രുതിമധുരമായ ദേവീ കീർത്തനം കേട്ടിരുന്നു. ചെരുപ്പഴിച്ച് അവരകത്തേക്ക് കയറി. ഇരുവരുടെയും കണ്ണുകൾ ആ സ്വരത്തിനുടമയെ തേടുകയായിരുന്നു. നടക്കിൽ കണ്ണുകൾ അടച്ച് തൊഴുതുകൊണ്ട് പാടുന്ന രുദ്രയിൽ അവരുടെ കണ്ണുകൾ പതിഞ്ഞു. ഹരീന്ദ്രൻ അവളെ ഒന്ന് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രദക്ഷിണ വഴിയിലേക്ക് നടന്നു. ദേവദത്തൻ പ്രാർത്ഥിക്കാൻ പോലും മറന്ന് ഇമവെട്ടാതെ അവളെ തന്നെ നോക്കി നിന്നു. ഉള്ളിൽ ഇരമ്പിയാർക്കുന്ന സങ്കടക്കടൽ രുദ്രയുടെ മിഴികളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ട ദേവദത്തന് എന്തോ വിഷമം അവളിൽ ഉണ്ടെന്നും അതിനാൽ ഹൃദയത്തിൽ തട്ടിയാണ് അവൾ പാടുന്നതെന്നും മനസ്സിലായി. പ്രദക്ഷിണം ചെയ്യുമ്പോഴും അവന്റെ കണ്ണുകൾ അവളെ പിന്തുടർന്നിരുന്നു. കീർത്തനാലാപനം കഴിഞ്ഞ രുദ്ര മനസ്സിലെ ഭാരം മുഴുവൻ ദേവീ സന്നിധിയിൽ ഇറക്കി വെച്ചു. അടക്കി വെച്ച ദുഃഖം തന്നിൽ നിന്നും പെയ്തൊഴിഞ്ഞു തീർന്നതുപോലെ രുദ്രയ്ക്ക് തോന്നി. ഒരു സമാധാനം അവളെ പൊതിഞ്ഞു. കണ്ണുകൾ തുടച്ച് പ്രദക്ഷിണ വഴിയിലേക്ക് അവളും നടന്നു. ദേവ, ഏതാടാ ആ കുട്ടി? മുൻപ് കണ്ടിട്ടില്ലല്ലോ. അറിയില്ല ഹരി, എവിടത്തെയാണോ ആവോ? അവള് കരഞ്ഞത് നീ ശ്രദ്ധിച്ചോ? ഉവ്, എന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നന്നായി പാടി, പറയാതെ വയ്യ. അതെ അതെ. തൊഴുത ശേഷം അവരിരുവരും പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് പുറത്തു നിൽക്കുന്ന രാധികയെ അവർ കണ്ടത്. ഹരി, അത് നമ്മുടെ രാഘവമാമയുടെ മോള് രാധു അല്ലേ? അതെ, രാധു തന്നെ. ആ കീർത്തനം പാടിയ കുട്ടി അവളുടെ അടുക്കലേക്കാണല്ലോ പോകുന്നേ. അതെയല്ലോ, അവളുടെ ബന്ധുവോ സുഹൃത്തോ ആയിരിക്കും. നീ വാ, നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. എന്തിന്? ഒന്ന് വാടാ, ആരാണെന്നൊന്നും അറിയാലോ. അറിഞ്ഞിട്ട് നിന്റെ അമ്പലമായി പോയി. ഇല്ലെങ്കിൽ ഞാനിതിന് മറുപടി വന്നേനെ. വാ ഹരി, അവരിപ്പോ പോവും. നടക്ക്. അപ്പോൾ രുദ്രയും രാധികയും അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് നടന്നിരുന്നു. രാധു, പുറകിൽ നിന്നും ശബ്ദം ശ്രവിച്ച രാധിക തിരിഞ്ഞു നോക്കി. കൂടെ രുദ്രയും. ദേവേട്ടനോ? ഒറ്റയ്ക്കുള്ളോ? അപ്പോഴാണ് കുറച്ചു പുറകെയായി വരുന്ന ഹരീന്ദ്രനെ അവൾ കണ്ടത്. ആഹാ, വിക്രമാദിത്യൻ മാത്രമല്ല, വേതാളം ഉണ്ടല്ലേ. എടിയടി, നിന്നെ ഇന്നും. ഹരി അവളെ തല്ലാനായി കൈയോങ്ങി. രാധിക പെട്ടെന്ന് കൈകൾ കൂപ്പി.
രാഘവമാമയും സുമയമായും സുഖമായിരിക്കുന്നു രാധു? സുഖമായിരിക്കുന്നു ദേവേട്ടാ. അമ്പിയോ അനിയോ? എഴുന്നേറ്റിട്ടില്ല. ഞാൻ വിളിക്കാനും പോയില്ല. കൂടെ കൊണ്ടുവന്നാലേ ചെവി തിന്നും രണ്ടും. ശിവനെ കണ്ടിട്ടും കുറച്ചായല്ലോ. ഞാൻ തന്നെ നേരെ ചൊവ്വേ കാണാറില്ല ദേവേട്ടാ. എത്തുമ്പോ ഒരു നേരാവും. ഇതാരാ രാധു കൂടെ? മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇത് അച്ഛന്റെ ബന്ധത്തിലുള്ള കുട്ടിയാ. ഇവളും അമ്മയും ഇനി ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. താൻ നന്നായി പാടിട്ടോ. ഉള്ളിലെന്തോ വിഷമമുണ്ടെന്ന് മനസ്സിലായി. ഹൃദയം തൊട്ടു പ്രാർത്ഥിച്ചോളൂ. എല്ലാ സങ്കടവും ഭഗവതി മാറ്റിത്തരും. ഞാൻ നടക്കട്ടെ. രാധു സംസാരിച്ചിട്ട് വരും. രുദ്രയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അത് മറച്ചുകൊണ്ട് കഷ്ടപ്പെട്ടൊരു പുഞ്ചിരി തൂകി അവൾ അവരെ കടന്ന് മുന്നോട്ട് പോയി. എങ്കിൽ ഞാനും പോട്ടെ. അവക്ക് വഴിയത്ര പരിചയമൊന്നുമില്ല. ഇവിടെ ആദ്യമല്ലേ. പിന്നെ കാണാട്ടോ. ദേവദത്തിന് എന്തെങ്കിലും ഒന്ന് പറയും മുമ്പേ രാധിക രുദ്രയുടെ ഒപ്പം എത്താൻ ആയത്തിൽ നടന്നു. ശേ, അവളുടെ പേര് പോലും അറിഞ്ഞില്ലല്ലോ. എന്താണൊരിളക്കം? എന്തിളക്കം? കാളവാല് പൊക്കുമ്പോഴേ അറിയാതെന്തിനാണ്. പോടാ. എന്താ ദേവ, അവള് മനസ്സിൽ കയറിക്കൂടി ലക്ഷണം ഉണ്ടല്ലോ. ഏതായാലും ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. പക്ഷേ അവളുടെ മിഴുനീർക്കണങ്ങൾ എന്റെ നെഞ്ചിലൊരു വിങ്ങൽ ഉണ്ടാക്കുന്നു ഹരി. ഇപ്പൊ അങ്ങനെയില്ല. അപ്പൊ ഇനി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനും ആവില്ല, അല്ലടാ? ആ വരട്ടെ, നമുക്ക് നോക്കാം. ദേവദത്തൻ ഹരിക്ക് നേരെ ഒരു കണ്ണിറക്കി. രുദ്രേ, നീ എന്തിനാ കരഞ്ഞേ? അറിയില്ല രാധു. ഓരോന്നൊക്കെ ഓർത്തപ്പോ അറിയാതെ. മാധവമാമയിൽ നിന്നും കേട്ടറിഞ്ഞൊരു രുദ്രയുണ്ട്. തന്റേടിയായ കുറുമ്പുകൾ കാണിക്കുന്ന, എപ്പോഴും ചിരിക്കുന്ന ഒരു രുദ്രയുടെ രൂപം. എപ്പോഴും ചിരിക്കുന്ന ഒരു രുദ്രയുടെ രൂപം എന്നേ എന്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു. ഇതിപ്പോ ആ രൂപത്തിന്റെ നിഴല് പോലും അല്ലല്ലോ. ശരിയാ നീ പറഞ്ഞേ. ഒരാഴ്ച മുമ്പ് വരെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പൊ എന്താ? സ്വന്തം അച്ഛന് മറ്റൊരു കുടുംബം ഉണ്ടെന്നറിഞ്ഞാലുള്ള മനസ്സിന്റെ പിടച്ചിൽ നിനക്ക് മനസ്സിലാവില്ല രാധു. രാഘവ മാമയ്ക്ക് മറ്റൊരു ഭാര്യയും കുട്ടികളും ഉണ്ടെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ മനസ്സിലാവും എന്റെ അവസ്ഥ എന്തെന്ന്. ശരിയാ രുദ്രേ, ഞാനാണ് ഈ സ്ഥാനത്തേക്ക് നിന്റെ എത്ര പോലും പിടിച്ചു നിന്ന് വരില്ല. പക്ഷേ ഇപ്പോ നീ ഇത് അംഗീകരിച്ചേ മതിയാവും. എനിക്ക് മാധവമാമയെന്ന് കേട്ടറിഞ്ഞ രുദ്രയെ ഇഷ്ടം. എനിക്ക് മാത്രമല്ല, നിന്റെ അമ്മയ്ക്കും അച്ഛനും നിന്റെ പരിചയമുള്ള ഓരോരുത്തർക്കും. മാറണം മോളെ നീ. കഴിഞ്ഞതൊക്കെ മറക്കാൻ ശ്രമിക്കേ. രുദ്ര രാധികയെ ഒന്ന് നോക്കി. എനിക്ക് മനസ്സിലായി നിന്റെ നോട്ടത്തിന്റെ അർത്ഥം. ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്, പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ട് എന്നല്ലേ? രുദ്ര ഒന്നും മിണ്ടിയില്ല. ശ്രമിച്ചൂടെ നിനക്ക്? എന്തിനും ഏതിനും ഞാനുണ്ടാവും കൂടെ. പൊടുന്നനെ രുദ്ര രാധികയെ ആലിംഗനം ചെയ്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ദാ ഇവിടെ തീർക്കാൻ ഞാൻ എന്റെ സങ്കടങ്ങൾ. ഇനി ഇതിന്റെ പേരിൽ ഒരു തുള്ളി കണ്ണുനീർ എന്റെ ഈ കണ്ണുകളിൽ നിന്ന് മുതിരില്ല. രുദ്ര ഇരു കണ്ണുകളും അമർത്തി തുടച്ചു. ശേഷം രാധികയുടെ കയ്യിൽ പിടിച്ചു മുന്നോട്ട് നടന്നു. രുദ്രേ, ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യാവൂ? നീ പറ, കേട്ട ശേഷം ഞാൻ പറയാം. ദേഷ്യാവൂ വിഷമാവൂ എന്നൊക്കെ. എന്താണെങ്കിലും ഞാൻ പറയാം. പറ, കേൾക്കട്ടെ. ഇപ്പൊ രണ്ടുപേരും ഒന്ന് സംസാരിച്ചില്ലേ നമ്മളോട്? അതിലൊരാള് നിന്റെ ഏട്ടനാ. രുദ്ര ആദ്യം ഒന്ന് സംശയിച്ചുവെങ്കിലും പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി. ആരാ? എന്നോട് സംസാരിച്ച ആളാണോ? അല്ല, കൂടെ ഉണ്ടായിരുന്നില്ലേ അയാള്? മുഖം ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. ഹരിയേട്ടൻ, ഹരീന്ദ്രൻ എന്നാ പേര്. നിന്റെ ഏട്ടനാണെങ്കിലും അവിടുത്തെ ഏറ്റവും ഇളയ സന്തതിയാ. പിന്നെ നിന്നോട് സംസാരിച്ചത് ദേവദത്തൻ, നിന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനാ. ഹരിയേട്ടനും ദേവേട്ടനും ഒരേ പ്രായമാ. വേഗം നടക്ക്, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. ആ സംസാരം തുടരാൻ താല്പര്യമില്ലാതെ അവൾ മുന്നോട്ട് നടന്നു. ദിവസങ്ങൾ പോകെ രുദ്ര കാര്യങ്ങൾ ഉൾക്കൊണ്ടു തുടങ്ങി. പഴയ ഉത്സാഹം അവളിൽ വീണ്ടും തിരിച്ചെത്തി. ഒരിക്കൽ രുദ്ര അമ്പലത്തിലേക്ക് പോകും വഴി എതിരെ വരുന്ന ദേവദത്തനെ കണ്ടു. രാധിക ആർത്തവ ദിനങ്ങളിലൂടെ കടന്നു പോകുന്നതിനാൽ രുദ്ര അന്ന് തനിച്ചായിരുന്നു. എതിരെ വരുന്ന ദേവദത്തനെ ശ്രദ്ധിക്കാതെ അവൾ അവനെ കടന്ന് മുന്നോട്ട് നടന്നു. രുദ്രയെ കണ്ട ദേവദത്തന്റെ മുഖം സന്തോഷത്താൽ വിടർന്നു. കുട്ടി, വിളി കേട്ട് അനിഷ്ടത്തോടെ അവൾ നിന്നു. താനല്ലേ അന്ന് അമ്പലത്തിൽ നിന്ന് പാടിയത്? ആണെങ്കിൽ അല്ല, വെറുതെ ചോദിച്ചോന്നേ ഉള്ളൂ. താൻ തനിച്ചേയുള്ളോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതിപ്പോ അവന് ഉത്തരം മുട്ടി. കണ്ട പാവം പോലുണ്ട്, പക്ഷെ അഹങ്കാരിയാന്നാ തോന്നുന്നേ. അവൻ ആത്മഗതം ചെയ്തു. എനിക്ക് പോകാലോ? ദേവദത്തന്റെ മറുപടിക്ക് കാക്കാതെ അവൾ നടന്നകന്നു. ഇതെന്തൊരു സാധനം! ദേവദത്തൻ പറഞ്ഞത് ഒരല്പ ഉച്ചത്തിലായതുകൊണ്ട്
അത് കേട്ട രുദ്ര നടത്തം നിർത്തി ഒന്ന് തിരിഞ്ഞു. അത് കാണുകെ ദേവദത്തന്റെ മുഖത്ത് ചമ്മൽ വിരിഞ്ഞു. അവനെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ വീണ്ടും മുന്നോട്ട് നടന്നു. ഞാൻ പാടുപെടും എന്ന് പറഞ്ഞുകൊണ്ട് ദേവദത്തനും തിരിഞ്ഞു നടന്നു. മാധവ പണിക്കർ തന്റെ മുറിയിൽ ആലോചനയിലായിരുന്നു. രുദ്രയെയും സുഭദ്രയെയും നാട്ടിലേക്ക് കൊണ്ടുവന്ന തീരുമാനം തെറ്റായി പോയോ എന്ന് അയാൾ ചിന്തിച്ചു. അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നുവെങ്കിലും എടുത്തുചാട്ടമായി പോയെന്ന് അയാൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. ആരെങ്കിലും ഈ ബന്ധത്തെപ്പറ്റി അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നോർത്ത് അയാൾക്ക് ഊണും ഉറക്കവും നഷ്ടപ്പെട്ടു. അപ്പോഴാണ് അയാളുടെ ഭാര്യ ശാരദ മുറിയിലേക്ക് വന്നത്. ഞാൻ കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുന്നു. എന്താ മാധവേട്ടന് പറ്റിയേ? കൃഷിയിടത്തേക്കൊന്നും പോകുന്നേയില്ലല്ലോ. എന്തേലും വിഷമമുണ്ടോ? ഏയ്, എനിക്കൊന്നുമില്ല. നിനക്ക് തോന്നുന്നതാവും. എനിക്ക് തോന്നണതൊന്നുമല്ല. പുറത്തുനിന്ന് അകത്തേക്ക് കയറാത്ത ആളാ. ദാ ഇപ്പൊ ഇതിനകത്തുനിന്ന് തൊടിയിലേക്ക് കൂടി ഇറങ്ങണില്ല. എന്താ ഇപ്പൊ ഇങ്ങനെ? ഒന്നുമില്ല എന്റെ ശാരദേ. നീ എനിക്കിത്തിരി സംഭാരം കൊണ്ടുവാ, ദാഹിക്കുന്നു. ദാ ഇപ്പൊ കൊണ്ടുവരാം. ശാരദ അടുക്കളയിലേക്ക് പോയപ്പോൾ അയാളൊന്ന് ആശ്വസിച്ചു. ശാരദയെ അഭിമുഖീകരിക്കാൻ താൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. കുറ്റബോധം മുമ്പത്തേക്കാൾ അധികരിച്ചിരിക്കുന്നു. മാധവ പണിക്കർ ജനൽപ്പടിയിൽ മുറുകെ പിടിച്ചു. സംഭാരം? ശാരദയുടെ ശബ്ദം ശ്രവിച്ച അയാൾ അവരുടെ മുഖത്തുപോലും നോക്കാതെ അത് വാങ്ങി ചുണ്ടോടടുപ്പിച്ചു. മാധവേട്ട, ഇന്നേ ആ വിവാഹദല്ലാള് നാരായണൻ വന്നിരുന്നു. എന്തിന്? അയാളുടെ കയ്യിൽ നമ്മുടെ മഹിക്ക് പറ്റിയ നല്ലൊരു ആലോചനയുണ്ടത്രേ. ഒരു പെണ്ണിന്റെ കണ്ണീര് കാണണമെന്ന് നിനക്ക് അത്ര ആഗ്രഹമുണ്ടോ ശാരദേ? പെണ്ണ് കെട്ടി കഴിയുമ്പോ അവൻ നന്നാവുന്നേ. ഈ ചിന്തയോടെ ഓരോരുത്തരും മക്കളെ കല്യാണം കഴിപ്പിക്കും. എന്നിട്ടോ മക്കള് നന്നാവുകയില്ല. അവര് കാരണം പങ്കാളിയുടെ ജീവിതം നശിക്കുകയും ചെയ്യും. ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, നമ്മുടെ മകനെ നന്നാക്കാൻ ഒരു പാവം പെങ്കൊച്ചിന്റെ ജീവിതം കളയണോ? ഞാനൊരമ്മയല്ലേ മാധവേട്ട. മക്കള് കുടുംബമായിട്ട് കഴിയുന്നത് കാണാൻ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അതും മൂത്തോൻ രവിയുടെയും ഇളയവൻ ഹരിയുടെയും വിവാഹം കഴിഞ്ഞിട്ടും നടുക്കുള്ള മഹിയുടെ വിവാഹം നടക്കാതിരുന്നാലോ? അവൻ ആര് പെണ്ണു കൊടുക്കൂന്ന നീ പറയണേ? എവിടെയൊക്കെ സംബന്ധം ഉണ്ടെന്ന് ആർക്കറിയാം? അവന് കൂടി നിശ്ചയം കാണില്ല. അങ്ങനെയുള്ളവൻ എവിടുന്ന് പെണ്ണ് കിട്ടാനാ? അതൊക്കെ നാട്ടുകാര് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. എന്റെ മോനെ എനിക്കറിഞ്ഞൂടെ? നാട്ടുകാർ അങ്ങനെ വെറുതെ ഒന്നും പറഞ്ഞുണ്ടാക്കില്ല. പിന്നെ അവനെ നിന്നേക്കാൾ നന്നായി എനിക്കറിയാം. ഹരിയാണെങ്കിൽ ആ കോൺട്രാക്ടറുടെ കൂടെ നിന്ന് പണി പിടിക്കും. അവന് ബിരുദം ഉണ്ടല്ലോ, അവൻ മിടുക്കനാ. രവിയാണെങ്കിൽ കൃഷിയൊക്കെ നോക്കി നടത്തിക്കോളും. ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അവനും അറിയാം. മഹിയോ, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് തിന്നും കുടിച്ചും കളയുന്നു. കള്ളുകുടിയും പെണ്ണുപിടുത്തവും അല്ലാണ്ട് എന്തറിയാം അവന്? ഓരോ കുടുംബത്തിലും കാണുമല്ലോ തലതെറിച്ച ഒരു സന്താനം. അപ്പൊ നാരായണനോട് എന്ത് പറയണം? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ആവോ, അയാൾ ഞായറാഴ്ച ഇങ്ങി വരും. എന്താന്ന് വെച്ചാ നേരിട്ട് പറഞ്ഞോളൂ. സംഭാരം കുടിച്ചു കഴിഞ്ഞ് അയാൾ ഗ്ലാസ് ശാരദയ്ക്ക് നേരെ നീട്ടി. അത് വാങ്ങി ശാരദ പോകുന്നത് നോക്കി അയാൾ നിൽപ്പ് തുടർന്നു. തുടരും.